സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രായം റിവേഴ്സ് ഗിയറിൽ പോകുന്ന നടൻ എന്നാണ് മമ്മൂട്ടിയെ പലരും വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് മാത്രം സ്വന്തമായ ചില അപൂർവ റെക്കോർഡുകളും ഉണ്ട്. മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ച മീന പിന്നീട് മമ്മൂട്ടിയുടെ നായികയായും ബാല്യകാലസഖി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായും അഭിനയിച്ചു. ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ അപൂർവമാണ് ഇത്തരം സംഭവങ്ങൾ. ഇതേ ചരിത്രം അല്ലെങ്കിൽ സമാനമായ കൗതുകമുണർത്തുന്ന മറ്റൊരു കാസ്റ്റിംഗും അടുത്തിടയിൽ മലയാള സിനിമയിൽ സംഭവിച്ചേനെ. ഒരു കാലത്ത് മലയാള സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു സെറീന വഹാബ്. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, പ്രതാപ് പാത്തൻ തുടങ്ങി നിരവധി മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അമ്മവേഷങ്ങളിലൂടെയായിരുന്നു സെറീന വഹാബ് മലയാളത്തിൽ തിരിച്ചെത്തിയത്. ഒപ്പം ഏറ്റവും രസകരമായ കാര്യം, ഒരു കാലത്ത് മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ച സെറീന വഹാബിന് മമ്മൂട്ടിയുടെ അമ്മയായി അഭിനയിക്കാനുള്ള ഓഫർ ലഭിച്ചത്രേ. പക്ഷേ താരം അത് നിരസിച്ചു. സെറീനയുടെ വാക്കുകൾ ഇങ്ങനെ: 2013 ഇറങ്ങിയ ഒളിപ്പോരിന് ശേഷം എന്നെ ആരും മലയാളത്തിലേക്ക് വിളിച്ചില്ല. വിളിച്ചാൽ ഞാൻ ഉറപ്പായും അഭിനയിക്കും. സംവിധായകർ വിളിക്കട്ടെ, ഞാനതിനെ കാത്തിരിക്കുകയാണെന്നാണ് സെറീന പറയുന്നത്. പക്ഷേ ചില ഓഫറുകൾ നിരസിക്കില്ല എന്നും പറയാനാവില്ല. ഇടയ്ക്ക് മമ്മൂട്ടിയുടെ അമ്മവേഷം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരു ഓഫർ വന്നിരുന്നു. ഞാൻ മമ്മൂട്ടിക്കൊപ്പം നായികയായി അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നോ പറഞ്ഞു. അത്തരം ഞെട്ടിപ്പിക്കുന്ന ഓഫറുകളൊന്നും അല്ലെങ്കിൽ തീർച്ചയായും മലയാളത്തിൽ അഭിനയിക്കും, സെറീന വഹാബ് പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.